ശ്രീ സാർ നമസ്കാരം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ഇന്ന് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇതിനോടനുബന്ധിച്ച് തന്നെ ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷം ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ബില്ല് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏകതയ്ക്ക്, അതായത് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു ആ ഒരു ഐക്യത്തിന്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇന്ത്യൻ മതേതരത്വത്തിനൊക്കെ വലിയ ഭീഷണിയാണെന്നും ഇന്ത്യയിലെ ഒരു നേതാവ് ഒരു ഭാഷ ഒരു എന്താ പറയുക ഏകാധിപത്യത്തിന്റെ ശൈലിയേക്ക് കൊണ്ടുപോകാനുള്ള ഒരു BJPയുടെ തന്ത്രമാണ് ഇത് എന്നുള്ള നിലയിലുള്ള പ്രതികരണങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഇത് എത്രമാത്രം ശരിയാണ്? ഇനി അടുത്ത് തന്നെ ഈ ബില്ല് രാജ്യസഭയിലും ലോക്സഭയിലും ഏറ്റവും പെട്ടെന്ന് എന്താണ് അത് പാസ്സാകുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? പാർത്ഥൻ, ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, വൺ നേഷൻ വൺ ഇലക്ഷൻ എന്ന രീതിയിലത്തേക്ക് നമ്മുടെ രാജ്യം രൂപീകരിക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പുകൾ ആ രീതിയിലായിരുന്നു. കാരണം ഒരു പുതിയ തുടക്കമാണ്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലുമൊക്കെ തന്നെ ഒരേ സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പ് നടത്തുക എന്ന് പറയുന്നത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ നമുക്കറിയാവുന്നതുപോലെ അവിടെ നിന്ന് പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞതോടുകൂടി പല സംസ്ഥാന സർക്കാരുകളുടെയും ചില കേന്ദ്ര സർക്കാരുകളുടെയും സ്റ്റെബിലിറ്റിയിൽ ഒരു പ്രശ്നമുണ്ടായി. ഇപ്പോൾ ഒരു ഹങ് അസംബ്ലിയൊക്കെ വന്നിരുന്ന സമയത്ത് പലപ്പോഴും മറ്റ് പ്രാദേശിക രാഷ്ട്രീയ കാരണങ്ങളാലൊക്കെ തന്നെ ഏതെങ്കിലും ഭരിച്ചിരുന്ന ഒരു പാർട്ടിയുടെ ഭൂരിപക്ഷം സഭയിൽ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. പലപ്പോഴും ഗവർണർമാർ ഭരണഘടനാ വിരുദ്ധമായി തന്നെ ഇടപെട്ടു എന്ന രീതിയിലത്തേക്കുള്ള ആക്ഷേപങ്ങൾ പല സ്ഥലത്തും ഉണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് പല സംസ്ഥാനങ്ങളിലും പല സമയത്തേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ വന്നു. കാരണം പല മന്ത്രിസഭകൾ വീഴുന്നു. പല സംസ്ഥാനങ്ങളിലും ഒരുപക്ഷെ കേന്ദ്രം ഈ പ്രത്യേക റെക്കമെൻഡേഷൻ ഗവർണർ വഴി നടപ്പാക്കിയതിനു ശേഷം 356 ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരുകളെയൊക്കെ തന്നെ അസ്ഥിരപ്പെടുത്തുന്നു, അവരെ പിരിച്ചുവിടുന്നു. ഈ രീതിയിലത്തേക്കുള്ള നിരവധി നടപടികളൊക്കെ നടന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടായ സമയത്ത് ഇത് രണ്ടും രണ്ട് ഷെഡ്യൂളിലേക്ക് മാറിപ്പോയി. അതായത് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പല സംസ്ഥാനങ്ങളിൽ പല സമയത്ത്, കേന്ദ്രത്തിൽ ഒരു സമയത്ത്, ഈ രീതിയിലത്തേക്ക് മാറിപ്പോയി. ഇപ്പോഴും അപൂർവമായിട്ട് മാത്രമാണ് ചില സംസ്ഥാനങ്ങളിൽ ഇത് രണ്ടും കൂടെ കോയിൻസൈഡ് ചെയ്ത് വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഒരു അസ്ഥിരതയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതിനെ വീണ്ടും ഏകീകരിക്കുന്നതിന് വേണ്ടി ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളെയും ഒന്നിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് കേന്ദ്രത്തിൻ്റെ പ്ലാൻ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കേന്ദ്രം പറയുന്ന ഒരു കാര്യം, എന്തുകൊണ്ടത് നടപ്പാക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കോസ്റ്റാണ് മെയിൻ റീസണായിട്ട് പറയുന്നത്. വലിയ രീതിയിലത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ചെലവ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഒന്നിച്ചാണ് നടത്തുന്നത് എങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് ചെലവുകളെല്ലാം തന്നെ കാര്യമായി കുറയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത്. അത് ശരിയുമാണ്. കാരണം ഒരേ തെരഞ്ഞെടുപ്പ് ഒരേ സമയത്ത് ഒരേ തീയതികളിൽ രണ്ട് സംസ്ഥാനങ്ങളിലേക്ക്, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രത്തിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് ഒന്നിച്ച് തന്നെ നടത്തുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ വിന്യാസം, തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ ട്രാൻസ്പോർട്ടേഷൻ, അതിൻ്റെ സ്റ്റോറേജ്, അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ഇടുന്ന ആൾക്കാരുണ്ടല്ലോ, അത്തരം ആൾക്കാരുടെ സൗകര്യം, അത് കൂടാതെ തന്നെ ഇതിന് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള സുരക്ഷ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ ഒന്നിച്ച് ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇവിടെ ഗുരുതരമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. പ്രതിപക്ഷം ഇപ്പോൾ ഉയർത്തുന്ന പല പ്രശ്നങ്ങളും ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ മതേതരത്വത്തിനെ ബാധിക്കുക, അതൊന്നും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇതിൽ മറ്റ് കാതലായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. എത്രത്തോളം കാര്യമായിട്ട് പ്രതിപക്ഷം അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട് എന്നെനിക്കറിയില്ല. കാരണം നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ 3 തരത്തിലാണ്. ഒന്ന്, നമ്മൾ പ്രാദേശിക തലത്തിൽ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുകളുണ്ട്. രണ്ടാമത് നമ്മൾ സംസ്ഥാനങ്ങളിലുള്ള നിയമസഭയ്ക്ക് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പുണ്ട്. മൂന്നാമതാണ് നമ്മൾ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നത്. ഒരു പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ഒരു വോട്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് മാത്രമാണ് നടക്കുന്നത് എങ്കിൽ അയാളുടെ മനസ്സിൽ വളരെ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാകും. ഞാൻ എന്തിനാണ് തിരഞ്ഞെടുക്കുന്നത്? ഞാൻ ആരെയെങ്കിലും ഭരിക്കുന്ന ആൾക്കാരെ പരാജയപ്പെടുത്തുന്നതിനാണോ മറ്റൊരാളെ ജയിപ്പിക്കുന്നതിനാണോ എൻ്റെ ഉദ്ദേശം? അതോ ഇനി ഇവിടെയുള്ള ഏതെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട എൻ്റെ ഐക്യദാർഢ്യം ഒരു പാർട്ടിക്ക് കൊടുക്കുന്നതിനാണോ? അതോ ഇനി ഒരു വിഷയത്തിനോടുള്ള എൻ്റെ കടുത്ത എതിർപ്പ് രേഖപ്പെടുത്തുന്നതിന് ആ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്യാനാണോ? ഇങ്ങനെയുള്ള പല പരിഗണനകളുണ്ടാകും. രാഷ്ട്രീയ പാർട്ടികളെ പിന്തുണയ്ക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പരിഗണനയില്ല. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്ന ആൾക്കാരല്ല തെരഞ്ഞെടുപ്പിലെ വിധി നിർണ്ണയിക്കുന്നത്. അതെപ്പോഴും നിഷ്പക്ഷരായിട്ട് നിൽക്കുന്ന, പല തെരഞ്ഞെടുപ്പുകളിൽ പല ആൾക്കാരെ ഫേവർ ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് കാര്യമായ സ്വിംഗ് ഒക്കെ തന്നെ ഉണ്ടാകുന്നത്. ഇപ്പോൾ UP-യിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് വാരി തൂത്ത് ജയിക്കുന്ന BJPക്ക് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും അത്ര രീതിയിലത്തേക്ക് അവരുടെ കോട്ടകൾ നിലനിർത്താൻ സാധിക്കാതെ വരുന്നതൊക്കെ തന്നെ അതുകൊണ്ടാണ്. അപ്പോൾ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആൾക്കാരിൽ വലിയൊരു വിഭാഗം, വലിയൊരു പെർസെൻറ്റേജ് ആൾക്കാർ നിഷ്പക്ഷരാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നിഷ്പക്ഷമതികളായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ റെയറായിട്ട് ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളുമൊക്കെ ഒന്നിച്ചു വന്നാൽ വലിയ കുഴപ്പമില്ല. പക്ഷേ
ഓൺ എ കൺസിസ്റ്റൻറ്റ് ബേസിസ് ഈ തെരഞ്ഞെടുപ്പുകൾ, അതിൽ പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒന്നിച്ചാണ് നടക്കുന്നതെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ വിഷയം കേന്ദ്ര തെരഞ്ഞെടുപ്പിനെ ബാധിക്കാനും കേന്ദ്രത്തിലെ ഉള്ള പ്രധാനപ്പെട്ട വിഷയം സംസ്ഥാന തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുമുള്ള സാധ്യതകളുണ്ട്. അവിടെ ഡിഫറൻ്റ് ആയിട്ടുള്ള വോട്ടിംഗ് പാറ്റേൺ സാധ്യമാണ്, പക്ഷേ മെജോറിറ്റി ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ രീതിയിലത്തെ ഒരുപക്ഷെ ചിന്തിക്കാൻ സാധിക്കണമെന്നില്ല. ഒരു വൺ ഓഫ് തെരഞ്ഞെടുപ്പിലാണെങ്കിൽ ഇതൊക്കെ തന്നെ ഒരുപക്ഷെ നടന്നേക്കും, പക്ഷേ റെഗുലർ ബേസിസിൽ നടക്കുന്ന സമയത്ത് അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അത് പ്രത്യേകിച്ച് ഞാൻ പറയുന്നതിനൊരു കാരണമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പുൽവാമ അറ്റാക്ക് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ബാലക്കോട്ട് സ്ട്രൈക്ക്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നടക്കുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട ദേശീയ വിഷയമാണ്. ആ പ്രധാനപ്പെട്ട ദേശീയ വിഷയത്തിൽ BJPക്ക് ഒപ്പം നിൽക്കുന്ന ആൾക്കാർക്ക് സംസ്ഥാന തെരഞ്ഞെടുപ്പും ആ സമയത്താണ് നടക്കുന്നതെങ്കിൽ സംസ്ഥാനത്ത് ഒരു ജനവിരുദ്ധ സർക്കാരോ ഒരു അഴിമതി സർക്കാരോ ആണ് BJPയുടേത് ഉള്ളത് എങ്കിലും അതിനെ താഴെ ഇടാനായിട്ട് തോന്നണമെന്നില്ല. കാരണം ഇവരുടെ ഇൻക്രീസിങ് അവരുടെ ഒരു വികാരം എന്ന് പറയുന്നത് കേന്ദ്രം എടുത്തിരിക്കുന്ന ഒരു തീരുമാനത്തിനോടാണ്. അതുകൊണ്ട് രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഈ ഒരേ പാർട്ടിയെ തന്നെ ഫേവർ ചെയ്യാനുള്ള ഒരു താല്പര്യമുണ്ട്. ഇത് തിരിച്ച് സംഭവിക്കാം. ഒരു വലിയ ഒരു സ്കാം കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് വരുന്നു. അപ്പോൾ അത് വരുന്ന സമയത്ത് അതിനോടുള്ള ഒരു എതിർപ്പ് കാരണം ലോക്കലായിട്ടുള്ള BJPയുടെ ഗവൺമെൻറ് നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നതെങ്കിലും കേന്ദ്രത്തിലൊരു സ്കാം BJP സർക്കാരുമായി ബന്ധപ്പെട്ട് ഉണ്ട് എങ്കിൽ അത് സംസ്ഥാനത്തുള്ള നല്ല സർക്കാരിനെയും അസ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പോകാം. ഇത് രണ്ടും രണ്ടായിട്ട് വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. പക്ഷേ ഞാൻ പറയുന്നത് ഒരു വലിയ വിഭാഗം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയം, രണ്ട് തെരഞ്ഞെടുപ്പ് എന്നുള്ളതല്ല, ഒരു വിഷയം ഈ രണ്ട് തെരഞ്ഞെടുപ്പിനെയും സ്വാധീനിക്കാനുള്ള വലിയൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് ചെയ്യേണ്ടുന്ന ആവശ്യമുണ്ടോ? തെരഞ്ഞെടുപ്പിൻ്റെ ചെലവുകൾ എന്നുള്ളതാണോ അതിനേക്കാൾ കൂടുതൽ പരിഗണന? അതോ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം യുക്തമായ തെരഞ്ഞെടുപ്പിന് വേണ്ടി അവരെ പ്രേരിപ്പിക്കാൻ സംസ്ഥാനത്തെ പരിഗണനകൾ എന്തൊക്കെയാണ്? സംസ്ഥാനത്ത് നിങ്ങളെ ആര് ഭരിക്കണം? കേന്ദ്രത്തിലെ പരിഗണനകൾ എന്താണ്? കേന്ദ്രത്തിൽ ഒരു സുസ്ഥിരതയുള്ള സർക്കാർ വേണമെങ്കിൽ അതാരായിരിക്കണം എന്ന് സ്വയം ചിന്തിച്ച് തീരുമാനമെടുക്കാൻ അവർക്ക് മതിയായ സമയം നൽകുക എന്നുള്ളത് പ്രധാനമാണ്. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്നത് എന്താണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു സമയത്ത് നടക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് മറ്റൊരു സമയത്ത് നടക്കുന്നു. ഇപ്പോൾ കറൻ്റ്ലി ഒരു 3 വർഷത്തെയെങ്കിലും 2, 3 അങ്ങനെ മാറി വരുന്ന ഇടവേളകളുണ്ട്. അപ്പോൾ ആ ഇടവേളകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്? ഇപ്പോൾ 2019 കേന്ദ്രത്തിൽ BJP ജയിക്കുന്നു. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വലിയ രീതിയിലത്തേക്ക് കോൺഗ്രസിനെ ആൾക്കാർ ഫേവർ ചെയ്യും. കോൺഗ്രസ്സിൽ 20-19 സീറ്റും കോൺഗ്രസ്സിന് കൊടുക്കുകയാണ് 2019. പക്ഷേ 2 വർഷം കഴിഞ്ഞ് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 100 സീറ്റുകളും നമ്മളിവിടെ CPMന് കൊടുക്കുക, അല്ലെങ്കിൽ LDFന് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും 3 വർഷം കഴിയുമ്പോഴേക്ക് 20-18 സീറ്റ് നമ്മൾ കൊടുക്കുന്നത് കോൺഗ്രസ്സിനാണ്. എന്ന് വെച്ചാൽ ഒരേ സെറ്റ് ഓഫ് ആൾക്കാർ തന്നെയാണിത് ചെയ്യുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം യുക്തമായിട്ടുള്ള തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുന്നു. ഇത് കൺസിസ്റ്റൻറ്റ് ബേസിൽ ഒരേപോലെയാണ് നടക്കുന്നത് എങ്കിൽ ഇതിനെ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്യാൻ പ്രിഫർ ചെയ്യാനുള്ള ഒരു സാധ്യത, ഒരു പ്രൊപ്പൻസിറ്റി നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ കേന്ദ്ര പാർട്ടികളെ ആയിരിക്കും. കേന്ദ്രത്തിൽ വലിയ സ്വാധീനമുള്ള കോൺഗ്രസ് അല്ലെങ്കിൽ BJP തുടങ്ങിയ പാർട്ടികളോട് ചേർന്ന് നിൽക്കാനായിട്ട് ആൾക്കാർക്ക് കൂടുതൽ താല്പര്യമുണ്ടായേക്കാം. ഇപ്പോൾ ഡൽഹി നമ്മൾ നോക്കും. ഡൽഹിയിൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ഉണ്ട്. അസംബ്ലിയിലേക്ക് 100% അവർ തിരഞ്ഞെടുക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ്. പക്ഷേ ലോക്സഭയിലേക്ക് പോകുന്ന സമയത്ത് ആം ആദ്മി പാർട്ടി അവർ പരിഗണിക്കുന്ന പോലുമില്ല. 7 സീറ്റ് ഒരു BJPക്ക് ഗിഫ്റ്റ് ചെയ്യുകയാണ്. അതെന്തുകൊണ്ടാണ്? കേന്ദ്രത്തിൽ ഒരു സുസ്ഥിര ഭരണം ഉണ്ടാകണം, പക്ഷേ സംസ്ഥാനത്ത് ഫ്രീ ബി കിട്ടണം. ഈ രണ്ട് പരിഗണനകളുണ്ട്. ഇത് ഒന്നിച്ചായി പോയി കഴിഞ്ഞാൽ വലിയൊരു വിഭാഗം ആൾക്കാർ മറ്റു രീതിയിലത്തേക്ക് ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒറ്റ വിഷയമായിരിക്കും ചിലപ്പോൾ ഈ രണ്ട് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഞാൻ പറയുന്നത് പണച്ചെലവ്, നമ്മൾ പല രീതികളിൽ പണച്ചെലവ് പല വിഷയങ്ങളിലുണ്ട്. അപ്പോൾ പണച്ചെലവ് നിയന്ത്രിക്കുക എന്നതിനേക്കാൾ സ്വതന്ത്രമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാനായിട്ട് ആൾക്കാരെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ ശക്തി, പണമല്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു കൃത്യമായിട്ടുള്ളൊരു എക്സ്ക്യൂസാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ഇതൊരു വിഷയം. രണ്ടാമത് ഞാൻ കാണുന്ന ഒരു ന്യൂനത, പണച്ചെലവാണ് പ്രശ്നമെങ്കിൽ നമ്മൾ തെരഞ്ഞെടുപ്പിൽ പണച്ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റു മാർഗ്ഗങ്ങൾ നമ്മൾ നോക്കണം. അതിനിപ്പോൾ സാങ്കേതിക വിദ്യയാണ് നമ്മൾ ആശ്രയിക്കേണ്ടതെങ്കിൽ അങ്ങനെ ഒരു പ്രൊലോങ്ഡ് ആയിട്ടുള്ള പീരീഡ്, നമ്മളിപ്പോൾ ഓൺലൈൻ വോട്ടിങ്ങിലേക്ക് വന്നിട്ടില്ല, ഇലക്ട്രോണിക് വോട്ടിങ്ങിലേക്ക് വന്നിട്ടുണ്ട്. ഒരു ഫുൾ പ്രൂഫ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട് എങ്കിൽ നമുക്ക് ഓൺലൈൻ വോട്ടിങ് ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയാണ് എങ്കിൽ ആൾക്കാർക്ക് ഓൺലൈനായിട്ട് വോട്ട് ചെയ്യാം. അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന കുറച്ച് കേന്ദ്രങ്ങൾ വഴി ഈ ഓൺലൈൻ ഫെസിലിറ്റി ഇല്ലാത്ത ആൾക്കാർക്ക് അത് വോട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചെലവുകളെ കുറയ്ക്കാനായിട്ട്, ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. പിന്നെ നമ്മൾ ഈ കോസ്റ്റുമായി ബന്ധപ്പെട്ട കോസ്റ്റ് ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ട് കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചെലവുകളുണ്ട്, പാർട്ടികളുടെ ചെലവുകളുണ്ട്. അപ്പോൾ പാർട്ടികളുടെ ചെലവുകളും ഒക്കെ തന്നെ നമുക്ക് പേപ്പറിൽ കണക്ക് പറയുന്നുണ്ട് എങ്കിലും അതൊന്നും അല്ല
ഇവിടെ ആൾക്കാർ ചെലവഴിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതിനെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നതിന്, അതിൽ കൃത്യമായ തീരുമാനമെടുക്കുന്നതിന്, ഇനി ഏതെങ്കിലും പാർട്ടി കൂടുതൽ പണം ചെലവഴിച്ചിട്ടുണ്ട് എന്ന് പ്രത്യക്ഷമായ തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട് എങ്കിൽ ആ തെരഞ്ഞെടുപ്പ് അവർ ജയിച്ചു കഴിഞ്ഞാൽ അതിനെ അസാധുവാക്കാൻ വരെ പറ്റുന്ന രീതിയിലത്തേക്കുള്ള സംവിധാനങ്ങളിലേക്കൊന്നും തന്നെ നമ്മൾ പോയിട്ടില്ല. ഇത് ഒരു ന്യൂനതയാണ്. അപ്പോൾ ചെലവ് കുറയ്ക്കാനായിട്ട് നിലവിലത്തെ മാർഗ്ഗത്തിൽ നിന്ന് ചെലവിനെ ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് സാധിക്കും എന്ന ഒരു പരിഗണന പോലും നമ്മുടെ ഭാഗത്തില്ല. ഇനി ഞാനിതിൽ കാണുന്ന മൂന്നാമത്തെ പ്രശ്നം അത് കുറച്ചുകൂടി സങ്കീർണമാണ്. അതായത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് 5 വർഷത്തേക്ക്, ഇപ്പോൾ 2029 നമ്മൾ തെരഞ്ഞെടുപ്പിനെ യൂണിഫൈ ചെയ്ത് കൊണ്ടുപോവുകയാണ് എങ്കിൽ, സപ്പോസ് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു 3 വർഷം കഴിയുമ്പോൾ 2032 ആകുമ്പോഴേക്കും ഒരു സർക്കാർ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് വീഴുകയാണെന്ന് കരുതിപ്പോൾ. അപ്പോൾ വീഴുകയാണ് എങ്കിൽ അവിടെ വീണ്ടും തെരഞ്ഞെടുപ്പ് വേണം. ആ തെരഞ്ഞെടുപ്പ് വരുന്നത് ചിലവാണ്. പക്ഷേ മൊത്തത്തിലുള്ള പല സമയത്തുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ചിലവ് നോക്കിക്കഴിഞ്ഞാൽ അത് നെഗ്ലിജിബിൾ ആയിരിക്കാം. പക്ഷേ അവിടെ ഈ ഫുൾ ഇലക്ഷൻ മെഷീനറി നമ്മൾ റൺ ചെയ്ത് തെരഞ്ഞെടുപ്പ് നടത്തി തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിന് 2 വർഷത്തെ ആയുസേ ഉള്ളൂ. കാരണം അടുത്ത മെയിൻ ഒറ്റ തെരഞ്ഞെടുപ്പ് വരുന്നത് 2034 അപ്പോൾ 2032 ഒരു സർക്കാർ വീണ് കഴിഞ്ഞാൽ അടുത്ത ജനറൽ ഇലക്ഷൻ ഒപ്പം തന്നെ അവിടെ വീണ്ടും ഇലക്ഷൻ നടക്കണം. അപ്പോൾ 2 വർഷത്തെ ടേം മാത്രമേ അവർക്ക് ബാക്കി ഉണ്ടാവുകയുള്ളൂ. ഈ 2 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം സെയിം ചിലവല്ലേ വീണ്ടും വരിക. ഒരു ജനറൽ ഇലക്ഷനാണ് പോകുന്നത് എങ്കിൽ അതേ ചിലവ് തന്നെ വീണ്ടും അവർക്ക് വരികയാണ്. ഇത് താങ്ങാനായിട്ട് വലിയ മേജർ പാർട്ടികൾക്ക് സാധിച്ചേക്കും. പക്ഷേ ചെറിയ പാർട്ടികൾക്ക്, പ്രാദേശിക വിഷയം കൈകാര്യം ചെയ്യുന്ന പാർട്ടികൾക്ക് സാധിക്കില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്സ് എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്ക്. ഇന്ത്യയിൽ പാൻ ഇന്ത്യ പ്രസൻസ് ഉള്ള 2 പൊളിറ്റിക്കൽ പാർട്ടികളേ ഉള്ളൂ, BJPയും കോൺഗ്രസും. മറ്റു പാർട്ടികൾ പല പോക്കറ്റുകളിലാണ്, പല സംസ്ഥാനങ്ങൾ. ഇപ്പോൾ CPM കുറച്ച് സംസ്ഥാനങ്ങളിലുണ്ട്. ആം ആദ്മി പാർട്ടി പ്രബലമായിട്ട് 2 സംസ്ഥാനത്തുണ്ട്, മറ്റ് സ്ഥലങ്ങളിൽ സ്വാധീനമില്ല. ഉത്തർപ്രദേശ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സമാജ്വാദി പാർട്ടിയുണ്ട്. BSP ഇപ്പോൾ വലിയ സാധ്യതയില്ലാത്തൊരു പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ട്. ബംഗാളിൽ പോയാൽ തൃണമൂൽ കോൺഗ്രസ് ഉണ്ട്. തമിഴ്നാട്ടിൽ പോയാൽ DMK ഉണ്ട്. പിന്നെ നമ്മൾ തെലങ്കാനയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ TDP പോലെയുള്ള പാർട്ടികളുണ്ട്, TRS പോലെയുള്ള അല്ലെങ്കിൽ BRS പോലെയുള്ള പാർട്ടികളുണ്ട്. പിന്നെ ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിയുണ്ട്, ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി. ഇതൊക്കെ സംസ്ഥാന കേന്ദ്രീകൃതമാണ്. നമ്മൾ പറയുമ്പോൾ ഇതിൽ ചില പാർട്ടികൾക്കൊക്കെ നാഷണൽ പാർട്ടി സ്റ്റേറ്റസ് ഉണ്ട്, പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവരെല്ലാം സംസ്ഥാനത്തുള്ള പാർട്ടിയാണ്. നമ്മൾ ബിജു ജനതാദൾ എന്ന് പറയുന്ന പാർട്ടി, ഉദ്ധവ് താക്കറയുടെ അല്ലെങ്കിൽ ശിവസേന എന്ന് പറയുന്ന ഒരു പാർട്ടി, ഇങ്ങനെയുള്ള പാർട്ടികളെല്ലാം പ്രാദേശിക സ്വഭാവമുള്ളതാണ്. സത്യത്തിൽ ദേശീയ പാർട്ടിയായി പ്രവർത്തിക്കുന്ന പാൻ ഇന്ത്യ പ്രസൻസ് ഉള്ള 2 പാർട്ടികളേ ഉള്ളൂ. അപ്പോൾ ഇത് ആരെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? ഇത് അഫക്റ്റ് ചെയ്യുന്നത് ഈ ചെറിയ പാർട്ടികളെയാണ്. ഈ ചെറിയ പാർട്ടികളുടെ ഫണ്ടിങ് എത്രയാണ്? അപ്പോൾ ഇതിൽ പണമുള്ള ചെറിയ പാർട്ടികളുണ്ട്, പക്ഷേ പണമില്ലാത്ത ചെറിയ പാർട്ടികളുമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എത്ര പാർട്ടികളുണ്ട് അല്ലേ? കേരള കോൺഗ്രസ് തന്നെ എത്ര എണ്ണമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ RSP, ഇങ്ങനെ ചെറിയ ചെറിയ പാർട്ടികളുണ്ട്. ഈ പാർട്ടികളെല്ലാം എത്രത്തോളം ഈ ഇലക്ഷൻ കോസ്റ്റ് ബെയർ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കും? റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ 5 വർഷത്തിൽ ഒരിക്കൽ വലിയ പ്രശ്നമാവില്ല. ഓഡിറ്റിയിൽ വല്ലപ്പോഴും വരുന്ന ഒരു കാര്യം പ്രശ്നമാവില്ല. പക്ഷേ ഞാൻ പറയുന്നത് വളരെ വോളട്ടൈലായിട്ടുള്ള രാഷ്ട്രീയമുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ പാർട്ടികളുടെ സാന്നിധ്യം തന്നെ അപ്രസക്തമായി പോകാവുന്ന രീതിയിലേക്ക് മാറാം. സപ്പോസ് ഇത് 2029 ജനറൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞിട്ടാണ് സർക്കാർ വീഴുന്നതെങ്കിലോ, 2033 വീഴുന്നതെങ്കിൽ ഒറ്റ വർഷമാണ് പുതിയ ഇലക്ഷൻ മെഷീനറി കൊണ്ടുവരുന്ന ഒരു സർക്കാരിൻ്റെ ഒരു കാലാവധി. ആ 1 വർഷത്തേക്ക് ഇവർ മുഴുവൻ പണവും ചെലവഴിക്കുന്നു. 1 വർഷം കഴിയുന്നു, വീണ്ടും പണം ചെലവഴിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിതരാകുന്നു. അപ്പോൾ പറ്റുന്ന ഒരു കാര്യം എന്താണ്? ഇവർക്ക് വലിയൊരു പാർട്ടി അഭയം പ്രാപിക്കുക, അവരുടെ കൂടെ നിൽക്കുക, ഈ ഇലക്ഷൻ കോസ്റ്റ് സ്പോൺസർ ചെയ്യാനായിട്ട് അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളതേ മാർഗമുള്ളൂ. എന്ന് വെച്ചാൽ പ്രാദേശിക വിഷയം കൈകാര്യം ചെയ്ത് അതിൻ്റെ പേരിൽ നിൽക്കുന്ന പാർട്ടികൾക്ക് ഒരുപക്ഷെ മറ്റൊരു പ്രബലമായ ദേശീയ പാർട്ടിയുടെ ചിറകിനടിയിൽ അഭയം തേടി അവരുടെ കാര്യങ്ങൾക്ക് ഒരുപക്ഷെ വിധേയമായി പ്രവർത്തിക്കേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. ഞാൻ പറഞ്ഞത് ജനാധിപത്യം അത് തന്നെയാണോ ഇതിന്റെ ഉദ്ദേശം എന്നതാണ് നമ്മുടെയൊക്കെ സംശയം വരുന്നത്. അതായത് ഇത്രയും ഇപ്പം സാറ് പറഞ്ഞതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഇതിന്റെ പുറത്തുണ്ട്. ഇടയ്ക്കൊക്കെ സർക്കാർ വീഴുമ്പോൾ ഉള്ള ചിലവുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ ചില പാർട്ടികൾക്ക് ഇതൊന്നും താങ്ങാതെ വരികയും അങ്ങനെ ഒരു നാഷണൽ പാർട്ടിയുടെ കീഴിലേക്ക് എല്ലാ ചെറു പാർട്ടികളും ചേർന്നുകൊണ്ട് ആ ചെറു പാർട്ടികളെല്ലാം അവസാനം ഇതിലേക്ക് ലയിക്കുന്ന ഒരു സ്ഥിതി വരികയും അങ്ങനെ ചെറു പാർട്ടികൾ നശിക്കുന്ന രീതിയിലേക്ക് പോവുകയും ചെയ്യുക എന്നൊരു ഉദ്ദേശം ഇതിൻ്റെ പുറകിലുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. അല്ലതിന് സാധ്യത ഇല്ലാതില്ല. കാരണം കോസ്റ്റ് ഒരു വലിയ കാരണമാണെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. കാരണം നമ്മുടെ മൊത്തത്തിലുള്ള ഇലക്ഷൻ സിസ്റ്റത്തിന് വരുന്ന കോസ്റ്റ് ശരിയാണ്, സീരിയസ്ലി വലിയ കോസ്റ്റ് തന്നെയാണ്. പക്ഷേ നമ്മൾ
ഇതേപോലെ തന്നെ വലിയ കോസ്റ്റ് മറ്റെന്തെല്ലാം കാര്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഫാമിംഗ് മേഖലയിലേക്ക് നമ്മൾ കുറേയധികം പണം ചെലവഴിക്കുന്നു, ഡിഫൻസിലേക്ക് വളരെ കൂടുതൽ പണം നമ്മൾ ചെലവഴിക്കുന്നു, സയൻറ്റിഫിക് റിസർച്ചിന് നമ്മൾ പണം ചെലവഴിക്കുന്നു, നമ്മൾ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പണം ചെലവഴിക്കുന്നു. ഇനി മറ്റ് പദ്ധതികളുണ്ടല്ലോ, ആൾക്കാരുടെ ബെനിഫിഷ്യറി സ്കീമുകളുണ്ട്, വെൽഫെയർ സ്കീമുകൾ, അതിന് വേണ്ടിയിട്ട് പണം ചെലവഴിക്കുന്നു. ഇതിനെല്ലാം നമ്മൾ പണം ചെലവഴിക്കുകയാണ്. ഇതിനെയൊന്നും നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നില്ലല്ലോ. ഇതിനെ എല്ലാം നിയന്ത്രിക്കുന്ന പോളിസി ആര് രൂപീകരിക്കണം എന്ന് തീരുമാനിക്കുന്നതാണ് ഇലക്ഷൻ. അപ്പോൾ ആ ഇലക്ഷനും ഇതേപോലെ തന്നെ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യാൻ എന്ത് മാർഗ്ഗം എന്നുള്ളത് നോക്കുക. ഇപ്പം ഞാൻ പറയുന്നത് നമ്മൾ കൊടുക്കുന്ന സന്ദേശം എന്താണ്. ഇപ്പോൾ ഒരു ബൈ ഇലക്ഷൻ നടക്കുകയാണ്, ഇപ്പോൾ പാലക്കാട് ബൈ ഇലക്ഷൻ നടക്കുന്നു. ആ ബൈ ഇലക്ഷൻ നടന്നതിന് ശേഷം നമ്മളവിടെ രാഹുൽ ബാങ്കൂട്ടത്തിൽ ജയിച്ചു. എത്ര നാളാണ് അദ്ദേഹത്തിന് ഒരു സാമാജികനായിട്ടുള്ള കാലാവധി? ഹാർഡ്ലി 1.5 അല്ലെ 2 വർഷം അല്ലേ, പരമാവധി അത്രയാണ്. അത് കഴിയുമ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൽ പോകും. ഞാൻ പറയുന്നത് അതിൻ്റെ കോസ്റ്റ് പിന്നെ നമുക്ക് സഹിക്കാം. കാരണം ഇത് ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. ഇൻ കേസ് അവിടെ ഒരു പുതിയ ജനറൽ ഇലക്ഷൻ ഒരു സർക്കാർ വീണതിന് ശേഷമാണ് നടക്കുന്നതെങ്കിൽ അതിൻ്റെ കാലാവധി 1 വർഷമാണെങ്കിൽ നമ്മൾ ഈ ഇലക്ഷൻ എക്സസൈസ് നടത്തുന്നതിനാണ്. 5 വർഷത്തെ ടൈമിലേക്കാണ് ഒരു സർക്കാർ വരുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കോസ്റ്റ് എല്ലാം ഇതിന് മുടക്കിയതിന് ശേഷം 1 വർഷം, എന്നിട്ട് നമ്മൾ വീണ്ടും ഈ കോസ്റ്റ് മുടക്കുക. അപ്പോൾ 500 കോടി രൂപ സപ്പോസ് ഒരു തെരഞ്ഞെടുപ്പിന് ചിലവാകുമെങ്കിൽ 2029 ഒരു തെരഞ്ഞെടുപ്പിന് ഒരു സംസ്ഥാനത്ത് 500 കോടി ചിലവാകുന്നു. 2033 സർക്കാർ വീഴുമ്പോൾ പുതിയ തെരഞ്ഞെടുപ്പിന് 500 കോടി ചിലവാകുന്നു. 2034 പുതിയ തെരഞ്ഞെടുപ്പിന് പോകുന്ന സമയത്ത് വീണ്ടും 500 കോടി. അപ്പോൾ നമ്മളൊരു 5 വർഷ കാലയളവിൽ 1500 കോടി രൂപ ചിലവാകുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകും. ഇത് ഇന്നത്തെ കാലത്ത് ഒരുപക്ഷെ ഈ ആർട്ടിക്കിൾ 356 പ്രയോഗിക്കുകയോ അല്ലെങ്കിൽ സർക്കാരുകൾ വീഴുകയോ ചെയ്യുന്നതൊക്കെ തന്നെ റെയറിറ്റിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അപ്പോഴും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് മറ്റുള്ള പല പാർട്ടികൾക്കും ബാർഗെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമുണ്ടാക്കാം. ഫോഴ്സ്ഫുള്ളി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഈ സംവിധാനത്തിനെ മുഴുവൻ തള്ളിവിടുന്നതിന് കാരണമായേക്കാം. അപ്പോൾ അവിടെ ഒരു അനിശ്ചിതത്വം ഒക്കെ ഉണ്ടാക്കുന്നതിന് കാരണമാകും. ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി, ഒരു ചെറിയ പാർട്ടി, 5 MLA-മാരുള്ള പാർട്ടി, ആ 5 MLA-മാരുള്ള പാർട്ടിക്ക് തീരുമാനിക്കാം, ഞാനിപ്പോൾ പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞാൽ ആ സർക്കാർ വീഴും, അവർക്ക് പിന്നെ ഇവിടെ നിന്ന് പൊങ്ങാനായിട്ട് സാധ്യമല്ല. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പുതുതായിട്ട് വരുന്ന ഒരു സർക്കാരിന് വലിയ കോസ്റ്റ് മുടക്കിയതിന് ശേഷം ചിലപ്പോൾ 1.5 വർഷമായിരിക്കും ആയുസ്. അങ്ങനെ ആൾക്കാരുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ ഫേവർ ചെയ്യണമെന്നില്ല. ഈ ചെറിയ പാർട്ടികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇവരില്ലാതെയാകാൻ ഉള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഇവർക്ക് ഇതൊരു വലിയ ഗെയിം കളിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവരെ പണം കൊടുത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റ് ഓഫർ കൊടുത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടോ ഈ വലിയേട്ടൻ പാർട്ടിമാർ തയ്യാറാകേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, നമ്മൾ ഡയറക്റ്റ്ലി കാണുന്ന ബെനിഫിറ്റുകൾക്കോ ദോഷത്തിനോ അപ്പുറത്തേക്ക് ജനാധിപത്യ സംവിധാനത്തിൽ ഫ്രീലി ആൾക്കാർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു മാർഗത്തിനെ പോലും ഒരു പക്ഷേ ചോദ്യം ചെയ്തേക്കാവുന്ന രീതിയിലേക്ക് ഇത് മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ടുള്ള മറ്റു മാർഗ്ഗങ്ങൾ തേടുക എന്നുള്ളതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അതല്ല എങ്കിൽ ഈ സർക്കാർ വീഴുമ്പോൾ പകരം സംവിധാനം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഗവർണർ ഭരണം അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം എന്നൊക്കെ പറയുന്നതൊന്നും സത്യത്തിൽ സസ്റ്റൈനബിൾ കാര്യമല്ല. ജനാധിപത്യത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കാത്ത രാഷ്ട്രപതിയോ നമ്മൾ തിരഞ്ഞെടുക്കാത്ത ഗവർണറോ ഭരിക്കണം എന്നതല്ല ജനാധിപത്യം. ജനപ്രതിനിധികളെ തന്നെ ഭരിക്കണം. പക്ഷേ അങ്ങനെയാണ് എങ്കിൽ ഞാൻ പറയുന്നത്, ഞാൻ നേരത്തെയും പ്രപ്പോസ് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. സപ്പോസ് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാനുള്ള ഒരു സമയമായി. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായും. അതായത് ഇപ്പോൾ 2029 ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 2033 ആ സർക്കാരും 4 വർഷം കഴിയുമ്പോൾ വീഴുകയാണ്. ഞാൻ പറഞ്ഞപ്പോൾ ഒരു അവിശ്വാസ പ്രമേയം ഒരു പക്ഷേ കൊണ്ടുവന്നേക്കാം. എങ്കിൽ ആ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു വിശ്വാസ പ്രമേയം കൂടി വേണം. അതായത് നിലവിലുള്ള ഒരു കക്ഷിക്ക് അവരുടെ ഫ്ലോറിലേക്കുള്ള ഒരു ടെസ്റ്റ് അവർക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ നേരിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് പകരം നിലവിൽ മെജോറിറ്റി ഉള്ള കക്ഷി തന്നെ ഭരണത്തിൽ തുടരട്ടെ എന്ന രീതിയിലത്തേക്കുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനുള്ള ഒരു സാധ്യത വളരെ കുറയും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന കോസ്റ്റ് ഉണ്ടാവില്ല. ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ 5 വർഷത്തേക്ക് എന്നാകും. അങ്ങനെയുള്ള മറ്റു മാർഗ്ഗങ്ങൾ പരിഗണിക്കാതെ കേവലം കോസ്റ്റിൻ്റെ പേരിൽ ഇതിലേക്ക് പോയിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. തീർച്ചയായും. എന്ത് തന്നെയായാലും BJP ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അനന്തരഫലം എന്തൊക്കെയാണെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ഇത് രാജ്യസഭയിലും ലോക്സഭയിലും പാസ്സാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.